വേനലവധി ആരംഭിച്ചിട്ടും കൊല്ലം അഡ്വഞ്ചർ പാർക്കിൽ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും അധികൃതർ ചെയ്യാത്തതിൽ പ്രതിഷേധം വ്യാപകമാവുന്നു. അവധിക്കാലം ആരംഭിച്ചതോടെ അഡ്വഞ്ചർ പാർക്കിലെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. സാഹസിക പാർക്കാണെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും സാഹസികത കാണിക്കാൻ പറ്റുന്ന യാതൊരു ഉപകരണങ്ങളും പാർക്കിലില്ല. വർഷങ്ങൾക്ക് മുമ്പ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഇന്നുള്ളതും. മരങ്ങളിൽ കെട്ടിയിരിക്കുന്ന കയറുകൊണ്ടുള്ള ഒരു വലയും 2 ഊഞ്ഞാലുകളും മാത്രമാണ് പാർക്കിലുള്ളത്. സന്ദർശകർക്ക് ഇരിക്കാൻ ഇരിപ്പിടം പോലുമില്ല. ആകെ ആസ്വദിക്കാൻ കഴിയുന്നത് അഷ്ടമുടിക്കായലിന്റെ പ്രകൃതി സൗന്ദര്യം മാത്രമാണ്. പാർക്കിലെത്തുന്ന സന്ദർശകരിൽ നിന്നും പ്രവേശന ഫീസായി 5 രൂപ ഈടാക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പാർക്കിൽ നടത്തിയിരുന്നു. കുതിരസവാരി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന പാർക്കാണ് ഇന്ന് നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നത്. DTPCയുടെ നിയന്ത്രണത്തിലാണ് പാർക്ക്. പാർക്കിലെത്തുന്നവർക്ക് കായൽ സവാരി നടത്തുന്നതിന് വേണ്ടി നിരവധി ചെറുതും വലുതുമായ ബോട്ടുകൾ പാർക്കിലുണ്ടായിരുന്നു. അവയിൽ പലതും ഇന്ന് കട്ടപ്പുറത്താണ്. പേരിനു വേണ്ടി മാത്രം 2 ബോട്ടുകളുണ്ട്, അതും നാശത്തിന്റെ വക്കിൽ. അവധിക്കാലം ചെലവഴിക്കാൻ കുട്ടികളുമായി എത്തുന്ന രക്ഷിതാക്കൾക്ക് നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. നഗരത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. എന്നാൽ അവിടെ ഓരോ ഇനത്തിലും കയറുന്നതിനും ഫീസ് ഈടാക്കും. അത് കാരണം രക്ഷിതാക്കൾ ആശ്രയിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിനെയാണ്. നല്ലൊരു വരുമാനം പ്രവേശന ഫീസിൽ നിന്നും DTPCക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും അഡ്വഞ്ചർ പാർക്കിന് വേണ്ട യാതൊരു വികസന പ്രവർത്തനങ്ങളും വർഷങ്ങളായി നടത്തിയിട്ടില്ല. ഇനിയെങ്കിലും പാർക്കിന്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നാണ് പാർക്കിലെത്തുന്ന രക്ഷിതാക്കളും കുട്ടികളും അധികാരികളോട് ആവശ്യപ്പെടുന്നത്. ഒരു വർഷത്തിന് ശേഷമാണ് വരുന്നത്. അന്നുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ എപ്പോഴും കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കായലിൻ്റെ സൈഡിൽ ഇരുന്നുള്ള ഒരു കാഴ്ചയല്ല ഇവിടെ രസമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഈ നെറ്റിൽ കയറുന്നത് ഒരു രസം, അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ യാതൊരു മാറ്റവും ഇല്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.